ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ. അപ്പോൾ ഷോപ്പൊക്കെ തുറന്നു വെച്ചു. പിന്നെ നമ്മൾ ഇന്ന് എന്താണെന്നറിയോ സ്പെഷ്യൽ, ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ എന്ന് പറയാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേ കണ്ടില്ലേ ചേട്ടൻ കൊണ്ടുവന്ന് തന്നില്ലേ, അത് ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചിക്കനല്ല കേട്ടോ, 2 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരു കോഴി ഫുള്ളായിട്ട് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ആവശ്യമുള്ളൂ, പക്ഷെ അങ്ങനെയായിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു കോഴി വാങ്ങിക്കണം, അതുകൊണ്ട് തന്നെ ഒരു കോഴി വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിൽ 2 കിലോ ഉണ്ടായിരുന്നു കേട്ടോ, 2 കിലോ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലേക്ക് നമുക്ക് ദോശയ്ക്ക് ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഫുൾ ചിക്കനാണ്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഒന്ന് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ കറിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ലീവാണ് കേട്ടോ, മോൾക്ക് സ്റ്റഡി ലീവാണ്. അപ്പം മോളുണ്ട്. അപ്പം മോള് വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. കുറേ പഠിച്ചുകൊണ്ടിരുന്നു കേട്ടോ, നേരത്തെ എണീച്ച് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇടയിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ഇരിക്കുമല്ലോ. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ മോള് വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പം നമ്മൾ ചിക്കനൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിൻ്റെ ഇടയിൽ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. ചിക്കൻ കറി വെക്കാന്നുള്ള തീരുമാനിച്ച് നമ്മൾ രാവിലെയാണ് കേട്ടോ. മോള് രാവിലെ എണീച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, അമ്മ ചിക്കൻ എന്തെങ്കിലും വാങ്ങിച്ചാലോ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി എന്തായാലും വാങ്ങിക്കാം, കുറേ ദിവസമായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചാണ്. പെട്ടെന്നുള്ളതായതുകൊണ്ട് വീട്ടിൽ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തക്കാളിയും സവാള ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. വലിയ ഉള്ളി വാങ്ങിച്ചു, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ അതുപോലെ തക്കാളി, ഇഞ്ചി അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇടയിലുണ്ടല്ലോ മോള് കുളിക്കാൻ പോയിട്ട്, അപ്പോൾ അവൾക്ക് വേറൊരു ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് ഷേപ്പാക്കി തരണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ തിരക്ക് പിടിച്ച പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കി താമാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് അവിടെ ഇട്ടിട്ട് മോളുടെ ഡ്രസ്സൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് വന്നിട്ട് ഒരു ചുരിദാർ മോഡലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ അത് മോൾക്ക് കൊടുത്തു. പിന്നെ മോള് കുളിക്കാൻ പോയിട്ടാ. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് തിരിച്ച് വന്ന് പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കണ്ടേ, അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ ഒരു 4-5 സവാളയൊക്കെ അരിഞ്ഞ് ഞാൻ വലിയ ഉരുളിയിലാണ് കേട്ടോ എപ്പോഴും വെക്കുക. എനിക്കിതിൽ വെക്കുമ്പോഴാണ് കുറച്ച് നല്ല സുഖമായിട്ട് വെക്കാനൊരു ഇതുണ്ടാവുക കേട്ടോ. എന്തെന്ന് വെച്ചാൽ നന്നായി ഇളക്കാനും പിടിക്കാനൊക്കെ ഇത്തിരി വലിപ്പമുള്ള സാധനമാകുമ്പോൾ നമുക്ക് വെക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ അതിലാണ് വെക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ട് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എല്ലാം ഇട്ട് നന്നായി വഴറ്റിയിട്ട് പിന്നെ അതിലെല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി ചില്ലി, അങ്ങനെ എല്ലാ പൊടികളും ഇട്ട് നന്നായി വഴറ്റി നല്ല ഗ്രേവി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. ഉപ്പും പാകത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി നമ്മൾ എന്താ പറയുക എല്ലാം റെഡിയാക്കി വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ട പരിപാടി ഉണ്ട് കേട്ടോ. എന്താ പറയുക, സവാളയും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നമ്മൾ വൃത്തിയാക്കിയതിൻ്റെ തോലും എല്ലാം സംഭവങ്ങൾ അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തക്കാളിയും പച്ചക്കറി സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ടേബിളൊന്ന് വൃത്തിയാക്കണം കേട്ടോ. ആ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രാവിലെ നമുക്ക് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. മോള് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു കേട്ടോ. ഇതാണ് അവളുടെ ടോപ്പ് ഷേപ്പാക്കി തരാൻ പറഞ്ഞത് കേട്ടോ. ഇത് വന്നിട്ട് മേമൻ്റെയാണ് കേട്ടോ, മോളുടെ മേമയുടെയാണ്, എൻ്റെ അനിയത്തിയുടെ ജിഷയുടെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഷേപ്പാക്കിയിട്ട് വീട്ടിലിട്ടിരിക്കുകയാണ് കേട്ടോ മോള്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ അടുപ്പത്ത് വേവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് മാങ്ങ വലിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവൾക്ക് അച്ചാറിടണം പറഞ്ഞിട്ടോ. മോള് കുറേ ദിവസമായി അച്ചാറിടണം പറയണം. അപ്പോൾ അച്ചാർ ഇട്ടിട്ടില്ല. അന്ന് നമ്മൾ ഉപ്പിലിട്ട് വെച്ചില്ലേ ഭരണിയിൽ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ചാറായിട്ട് വെച്ചിട്ടില്ല.
അപ്പോൾ ഇന്ന് എന്തായാലും വെക്കണം പറഞ്ഞു. അപ്പോൾ തോട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അന്നൊരു തോട്ടി റെഡിയാക്കി തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടിയിൽ ഞാൻ താഴെയുള്ള 2 മാങ്ങ വലിച്ചു കേട്ടോ. നമുക്ക് എത്തണ പോലെ മേലെ നിറയുണ്ട്. ഈ തോട്ടിയാണെങ്കിൽ അത്ര വലുതുമല്ല കേട്ടോ, കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താഴെയുള്ള മാങ്ങ 2 വലിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരെണ്ണം എങ്ങനെയൊക്കെയോ വീണു, പിന്നെ ഒരെണ്ണം വീഴാൻ ഭയങ്കര പ്രയാസപ്പെട്ടു കേട്ടോ. അങ്ങനെ 2 മാങ്ങ വലിച്ചു കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അതിൻ്റെ പൊടിയൊക്കെ കണ്ണിൽ പെട്ട് ആകെ ഇതായിട്ടോ. അങ്ങനെ കട്ടുറുമ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ മാവിൻ്റെ പൂവ് എന്തോ ആ സംഭവം അങ്ങനെ കണ്ണിൽ വീണായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 മാങ്ങിയത് അതാണ്. പിന്നെ ഇതിൻ്റെ തോല് ഭയങ്കര കശപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തോലൊക്കെ ചെത്തിയ ശേഷം വേണം അച്ചാറിടാനായിട്ട്. അപ്പോൾ അച്ചാറിൻ്റെ പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ സംഭവം. പിന്നെ അതങ്ങനെ അവിടെ വെച്ചു. അപ്പോഴേക്കും എന്താ അമ്മയും കുഞ്ഞുപെണ്ണും കൂടി രാവിലെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി 2 പേരും കൂടി വന്നിരിക്കുകയാണ്. കുഞ്ഞുപെണ്ണ് കരഞ്ഞു തോന്നുന്നു. കരഞ്ഞാൽ എവിടെയെങ്കിലും എടുത്തിട്ട് പോയാൽ അവൾ കുറച്ച് ഹാപ്പിയാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കുറച്ച് നേരം ഇതാ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായി വെന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി മണവും ഒക്കെ വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ദോശയ്ക്കാണ് കേട്ടോ. അതാ മോൾ ഇതാ ദോശയും പിടിച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ കറിക്ക്. അപ്പം മോൾക്ക് ആദ്യം തന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇതാ ചിക്കൻ കറിയും ഒഴിച്ചു കൊടുത്തു കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ. അങ്ങനെ രാവിലെ ചിലവരൊക്കെ ഇല്ലേ രാവിലെ നോൺ കഴിക്കില്ല അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് നോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദോശയ്ക്കോ ചപ്പാത്തിക്കോ അങ്ങനെയൊക്കെ, ഇഡ്ഡലിക്കായാലും കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടീനെയും പിടിച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. പിന്നെ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം അതിന് മുമ്പേ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണിച്ചതും അത് ആദ്യം ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇടാമെന്ന് വിചാരിച്ചാൽ എനിക്കത് മറന്നു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിലുള്ള ഒരു അയയാണ് ഇട്ടത്. ഇവിടെ കട്ടുറുമ്പൊന്നും വരില്ല കേട്ടോ. ഞാൻ കട്ടുറുമ്പ് പറഞ്ഞിട്ട് മുമ്പൊക്കെ ഫ്രണ്ടിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഏട്ടൻ ഇവിടെ ഒരു അയ കിട്ടി തന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ സൈഡിലാണ് ഇട്ടിടാറ്. ഇവിടെയാണെങ്കിൽ കട്ടുറുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ പോയി കുളിച്ചു റെഡിയായി ഫ്രഷായി വന്നു കേട്ടോ. പിന്നെ നമുക്ക് ചോറ് വയ്ക്കണമല്ലോ. ഉച്ചയ്ക്കുള്ള ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് സ്കൂളുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു കേട്ടോ പണികളൊക്കെ. അങ്ങനെ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമുക്കിവിടെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം അവിടെ ഒന്ന് അടിച്ചു വാരി വിടുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പണികളും തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറാകുമ്പോഴേക്കും വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ ആ പണിയും കൂടി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കൊന്നും പണി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒക്കെ വൈകുന്നേരമാണ് കേട്ടോ അടിക്കാറ്. വൈകുന്നേരമാണ് ചിലപ്പോൾ അടിച്ചു വാരി തുടയ്ക്കുകയൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പണികളൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി പറഞ്ഞിട്ട് എല്ലാം അവിടെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിലാണെങ്കിൽ കണം ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നാൽ വിളിക്കുമ്പോൾ പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഷോപ്പിൽ എനിക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന പണി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഭരണികളൊക്കെ പൈപ്പ് ഫിറ്റ് ചെയ്യണ്ടേ, ആ ഒരു പണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ സൈഡിൽ കണ്ടില്ലേ ഒരു വൈറ്റ് കളറിൽ, അതെന്താണെന്നറിയോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഞാനവിടെ ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ വെക്കുമ്പോഴില്ലേ ക്യാമറയുടെ സൈഡിലൊരു ഭരണി കേട്ടോ. ഞാൻ ഫോൺ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭരണി വെച്ചതായിരുന്നു. പക്ഷെ അത് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ഭരണിയാണ് കേട്ടോ സംഭവം. പിന്നെ ഞാൻ വന്നിട്ട് പൈപ്പ് വയ്ക്കാൻ കേട്ടോ. ഭരണിക്ക് പൈപ്പ് ഫിറ്റ് അന്ന് വെച്ചില്ലേ, വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് ഒരു ദിവസം ഒരു 2 എണ്ണമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചില ദിവസം പോവില്ല, എന്നാലും അത് നമ്മളന്ന് 5-6 എണ്ണം എത്ര വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ 5-6 എണ്ണമല്ല അന്ന് 10 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു 4 എണ്ണമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനൊരു 10 എണ്ണം പൈപ്പ് ഫിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പച്ചക്കറി മുത്തശ്ശി വന്നു കേട്ടോ. പച്ചക്കറി മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇടിച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടിച്ചക്ക മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ ചീരയാണ് ഉണ്ടായിരുന്നത്. ചീര പിന്നെ ഇവിടെ ആർക്കും വേണ്ട പറഞ്ഞു. മോള് കഴിക്കില്ല, കണം ചേച്ചിയും കഴിക്കില്ല. പിന്നെ ഞാൻ മാത്രമാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടിച്ചക്ക മാത്രം വാങ്ങിച്ചു. മുരിങ്ങയില ഇഷ്ടമാണ്, ഈ ചീര എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ.
അങ്ങനെ ഞാൻ ഇടിച്ചക്കയും വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ കുറേ തിരക്കോ കാര്യങ്ങൾ എന്തൊക്കെയോ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ രാത്രിയാണ് വീഡിയോ എടുത്തത്. ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴേക്കും മോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ചപ്പാത്തി വേണം പറഞ്ഞു. ഇന്ന് ചിക്കനല്ലേ, അപ്പം എന്തായാലും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. എനിക്കാണെങ്കിൽ ചോറുണ്ടായിരുന്നു കേട്ടോ, ഉച്ചത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണമത്തെ ചേച്ചിക്ക് ദോശയുണ്ട്, പിന്നെ മോൾക്ക് ചപ്പാത്തിയും വേണം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ പോയി ഷോപ്പ് അടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പരത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മോൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിന് ശേഷം ഷോപ്പൊക്കെ അടച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് കഴിച്ചിട്ട് പോയിട്ടോ, അല്ല കഴിച്ചിട്ട് പോയതല്ല, അതാ ഉറങ്ങുകയാണ് കേട്ടോ. മോള് ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.